ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോ BTSൻ്റെ ഡിബറ്റ് ആൽബമായ ടു കൂൾ ഫോർ സ്കൂളിനെ പറ്റിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. BTSൻ്റെ ഫസ്റ്റ് ഡിബറ്റ് ആൽബമായ ടു കൂൾ ഫോർ സ്കൂളിൽ 9 ട്രാക്സ് ആണുള്ളത്. അതിലെ ഫസ്റ്റ് ട്രാക്കാണ് ഇൻട്രോ ടു കൂൾ ഫോർ സ്കൂൾ. ഇറ്റ്സ് എ സോങ് ബൈ RM ഓഫ് BTS. ഇതിൽ DJ ഫ്രിസ് ആണ് ഫീച്ചർ ചെയ്തിരിക്കുന്നത്. ടു കൂൾ ഫോർ സ്കൂളിലെ സെക്കൻഡ് ട്രാക്കാണ് വി ആർ ബുള്ളറ്റ് പ്രൂഫ് പാർട്ട് 2. ഇതിൻ്റെ റൈറ്റേഴ്സ് RM, ഷുഗ, ജെഹോപ്പ് ആണ്. ഇവരെ മൂന്നുപേരെയും കൂടാതെ വേറെയും റൈറ്റേഴ്സ് ഈ സോങ്ങിലുണ്ട്. ഞാനത് പറയുന്നില്ല, BTSൻ്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത തേർഡ് ട്രാക്കാണ്, ഈ ഒരു ആൽബത്തിലെ തേർഡ് ട്രാക്കാണ് സ്കിറ്റ് സർക്കിൾ റൂം ടോക്ക്. ഇതൊരു BTSൻ്റെ ഒരു സ്കിറ്റാണ്. സ്കിറ്റിൽ ഇതൊരു കോൺവെർസേഷനാണ്. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും മെമ്പേഴ്സ്, നമ്മളത് കേട്ട് നോക്കിയാൽ മനസ്സിലാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. കോൺവെർസേഷൻ പോലെയാണ് ഈ സ്കിറ്റ് സർക്കിൾ റൂം ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡ്രീം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരാൾ വന്നിട്ട് ക്ലാസ്സിൽ പോകാൻ പറഞ്ഞ് ഇവരെ ഇങ്ങനെ വിളിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. അപ്പം അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനെല്ലാം ഒരുപാട് ഡ്രീംസ് ഉണ്ട്, പക്ഷേ പേരൻസിൻ്റെയോ സൊസൈറ്റിയുടെയൊക്കെ പ്രഷർ മൂലം അവർ ആ ഡ്രീംസ് ഒന്നും ഗിവ് അപ്പ് ചെയ്ത് അവർ വേറെ വഴിക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് BTSനെയും കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പൊതുവായിട്ടും കണക്ട് ചെയ്യാം. BTSൻ്റെ ലൈഫിനെയും പൊതുവായിട്ടും നമുക്ക് അതിനെ കണക്ട് ചെയ്യാം. എന്നാൽ അവരുടെ നെക്സ്റ്റ് ട്രാക്കാണ് നോ മോർ ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നോ മോർ ഡ്രീമിൻ്റെ തീം എന്ന് പറയുന്നത് അവർ അവരുടെ ഡ്രീമിനെ, അവരുടെ പാത്തിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ നോ മോർ ഡ്രീം ഒരു സോങ് ടു വേക്കപ്പ് BTS ബോയ്സ്, അവരുടെ പാത്ത് ഇതാണ് എന്ന് കാണിക്കുകയാണ് ഈ ഒരു സോങ്ങിലൂടെ. അപ്പോൾ നമുക്കതിൻ്റെ ലിറിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നോ മോർ ഡ്രീമിലെ ലിറിക്സ് ഇങ്ങനെയാണ്: യു ആർ സച്ച് എ ലയർ, വാട്ട്സ് യുവർ ഡ്രീം. അപ്പോൾ ഈ സ്കിറ്റ് സർക്കിൾ റൂം ടോക്കും നോ മോർ ഡ്രീമും കണക്റ്റഡ് ആണ്. സ്കിറ്റ് സർക്കിൾ റൂം ടോക്കിൽ അവരവരുടെ ഡ്രീംസിനെ ഫണ്ണായി കാണിക്കുകയാണ്, ജസ്റ്റ് ഫണ്ണായിട്ട് പറയുകയാണ്. എന്നാൽ നോ മോർ ഡ്രീമിൽ അവരുടെ ഡ്രീം ഇതാണ് എന്നവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും, എല്ലാ കുട്ടികൾക്കും അവനവൻ്റെ ഡ്രീമിനെ മനസ്സിലാക്കാൻ ഇൻസ്പയർ ചെയ്യുന്നൊരു സോങ്ങാണ് നോ മോർ ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സോങ്ങും ഇതിൻ്റെ ലിറിക്സൊക്കെ നോക്കുക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും BTS എന്തുമാത്രം അവർ ഡീപ്പാണ്, അവർ ഇൻ്റലിജൻ്റ് ആണ്, അവർ ചെയ്യുന്ന എല്ലാത്തിലും എന്തുമാത്രം മീനിങ് ഫുൾ ആണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സ്കിറ്റിൽ അവർ ഐഡൽസിനോട്, മെമ്പേഴ്സിനോട് ചോദിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഡ്രീം എന്താണെന്നാണ്. അതുകൊണ്ടാണ് അവരവരുടെ MVക്ക് നോ മോർ ഡ്രീം എന്ന് പേര് കൊടുത്തത്. കാരണം അവരവരുടെ ഡ്രീമിനെ അച്ചീവ് ചെയ്ത് അവർ ഐഡൽസ് ആകാൻ സെലക്ട് ചെയ്ത് തീരുമാനിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ സ്കിറ്റിൽ എന്താണ് അവരുടെ ഡ്രീം എന്ന് ചോദിക്കുന്നു, നോ മോർ ഡ്രീമിൽ അവരവരുടെ ഡ്രീമിനെ മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കിത് സ്റ്റുഡൻസുമായിട്ടും കണക്ട് ചെയ്യാം. അവരുടെ തീമെന്ന് ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനെയാണ്. സൊസൈറ്റിയിലെ പ്രഷറിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് അവരുടെ ഡ്രീംസിനെ ഗിവ് അപ്പ് ചെയ്യാതെ അവർ മുന്നിട്ടിറങ്ങി അവരുടെ ഡ്രീംസിനെ മനസ്സിലാക്കുക, ആ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ MV എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്. BTSൻ്റെ ബിൽബോർഡ് വേൾഡ് ഡിജിറ്റൽ സോങ് ചാർട്ടിലേക്കുള്ള ഫസ്റ്റ് എൻട്രൻസ് ആയിരുന്നു നോ മോർ ഡ്രീം. ഇതൊരു 3 കൺസിക്യൂട്ടീവ് വീക്സിൽ ആ ചാർട്ടിൽ ഉണ്ടായിരുന്നു. അടുത്ത ഇൻ്റർലൂഡ് എന്ന് പറയുന്ന സോങ്, ഇത് 5th ട്രാക്കാണ് ഈ ഡിബറ്റ് ആൽബത്തിലെ. അടുത്ത 6th ട്രാക്കാണ് ലൈക്ക് ഇറ്റ്. എഴുതിയത് RM, ഷുഗ, ജെഹോപ്പ് ആണ്. 생각나지 찾아온 건 한심한 나도 누르고 갈게 네 그 위에
അടുത്ത 7th ട്രാക്കാണ് ഔട്ട്റോ സർക്കിൾ റൂം സൈഫർ. ഇത് എഴുതിയത് BTS മെമ്പേഴ്സാണ്. ഈ സൈഫർ എന്ന് പറഞ്ഞാൽ റാപ്പ് സെക്ഷനാണ്. അവിടെ ഓരോ മെമ്പേഴ്സും അവരുടെ റാപ്പിംഗ് സ്കില്ല് കാണിക്കുകയാണ്. അപ്പോൾ BTSൻ്റെ ഒരു പ്ലേഫുൾ ആൻഡ് എനർജറ്റിക് ട്രാക്കാണിത്. 할게요 사이퍼. 그래 형들 랩들 잘 들었어. 남준이 형 가사 이제는 철들었어. 형들 레이저 랩 실력이 고만해. 칭찬이야 이제는 그만해. 내 앞에 호비 형 긴장하고 있어. 뭐가 떨려 가서 김장하고 있어. 대구 사투리 살아있네. 윤기 형 살아있네. അത് ഗ്രൂപ്പിൻ്റെ ഏർലി ഡേയ്സ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ ഏർലി ഡേയ്സിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു റാപ്പിൽ പറയുന്നത്. ഈ ഒരു ലിറിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ എഫക്റ്റീവ് ഗ്രൂപ്പ്സ് ഡൈനാമിക്, യൂത്ത്ഫുൾ എക്സ്യൂബറൻസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു സൈഫറിനകത്ത് കാണാൻ സാധിക്കും. അടുത്ത 8th ട്രാക്കാണ് സ്കിറ്റ് ഓൺ ദ സ്റ്റാർട്ട് ലൈൻ. ഈ ഒരു സോങ്ങിൽ ഒരു ട്രെയിനി ആയിരിക്കുമ്പോൾ ഇവരനുഭവിച്ച ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ജേർണിയാണ് കാണിക്കുക. അപ്പോൾ ഇനീഷ്യലി ഈ ആർട്ടിസ്റ്റുകൾക്ക് അവരെത്തിച്ചേരുന്നത് എന്താണ്, ഹൈ എക്സ്പെക്റ്റേഷൻസും ഹോപ്പും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ അവർ റിയാലിറ്റിയെ ഫേസ് ചെയ്യുമ്പോൾ അത് വളരെ ഹാർഷ് ആയിട്ടുള്ള റിയാലിറ്റി ആയിരിക്കും ഓരോരുത്തർക്കും, ഓരോ ഐഡൽസും ഫേസ് ചെയ്യുക. അങ്ങനെ BTS ഒരു ആർട്ടിസ്റ്റായ, അവരൊരു ഐഡലായ ആ ഒരു ജേർണിയെപ്പറ്റി, അതിൻ്റെ ഇമോഷൻസ്, സൈക്കോളജിക്കലായിട്ടുള്ള ജേർണിയെപ്പറ്റിയാണ് ഈ സ്കിറ്റ് ഓൺ ദ സ്റ്റാർട്ട് ലൈനിൽ പറയുന്നത്. ഇത് RM മാത്രം എഴുതിയ ഒരു സോങ്ങാണ്. അടുത്ത 9th ട്രാക്കാണ് പാത്ത്. BTSൻ്റെ സോങ്ങായ റോഡ് ഓർ പാത്ത് ഒരു റിഫ്ലക്ഷനാണ്. അതായത് ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി, അതിനെപ്പറ്റി ഒരു റിഫ്ലക്ഷനാണ് ഈ ഒരു സോങ്. നമ്മുടെ ജീവിതത്തെ ഷേപ്പ് ചെയ്യുന്ന നമ്മുടെ ഓരോ നമ്മളെടുക്കുന്ന ചോയ്സസും നമ്മുടെ ഒരു സെൽഫ് ഡിസ്കവറിയെ പറ്റിയൊക്കെയാണ് ഈ സോങ്ങിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിറിക്സ് ഫോക്കസ് ചെയ്യുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ്, മെമ്പേഴ്സിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് അവർ ആർട്ടിസ്റ്റായി വളരാനുള്ള അവരുടെ സ്ട്രഗിൾസിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ഒരു സോങ്ങിൽ. അൾട്ടിമേറ്റ്ലി ഈ റോഡ് ഓർ പാത്ത് കൺവേ ചെയ്യുന്നത് ഒരു മെസ്സേജ് ഓഫ് ഹോപ്പ് ആൻഡ് ഡിറ്റർമിനേഷനാണ്. അവരെ സപ്പോർട്ട് ചെയ്ത പീപ്പിളിലും അവരുടെ ഡ്രീംസിലും അവർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നു. അതാണ് ഈ ഒരു സോങ്ങിൽ പറയുന്നത്. അപ്പോൾ അവരുടെ ആർട്ടിനോടും ഫാൻസിനോടും ഉള്ള അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെയാണ് ഈ ഒരു സോങ്ങിൽ വരുന്നത്. ഇത് ലിസണേഴ്സിനെ എൻകറേജ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നോ മാറ്റർ ഹൗ ഡിഫിക്കൽട്ട് ഫൈൻഡ് ദ സ്ട്രെങ്ത് ഇൻ their dreams and the people who support them. അപ്പോൾ ഈ സോങ് അവരെ എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും അവരവരെ സ്ട്രെങ്തിനെ കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത പീപ്പിളിലും അവരുടെ ഡ്രീംസിലും അവർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നു. അതാണ് ഈ ഒരു സോങ്ങിൽ പറയുന്നത്. അപ്പോൾ അവരുടെ ആർട്ടിനോടും ഫാൻസിനോടും ഉള്ള അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റും ഒക്കെയാണ് ഈ ഒരു സോങ്ങിൽ വരുന്നത്. BTSൻ്റെ ഫസ്റ്റ് ഡിബേറ്റ് സോങ് ആയ ടു കൂൾ ഫോർ സ്കൂളിനെ പറ്റിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഈ സോങ്ങൊക്കെ കേട്ട് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ആൽബത്തെ പറ്റി പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.